Hello friends, welcome back to Technique Malayalam. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഇൻഫിനിക്സിൻ്റെ ബഡ്ജറ്റ് ഡിവൈസാണ്. ഇൻഫിനിക്സ് ഹോട്ട് 30 5G ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിവൈസ് ഒരു 15,000 പ്രൈസ് സെഗ്മെൻറ്റിൻ്റെ താഴെയുള്ള ഡിവൈസാണ്. നമുക്ക് ഇതിൻ്റെ വിലയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഇത് 5G ഡിവൈസാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഹാർഡ്വെയർ ആണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഹാർഡ്വെയർ എല്ലാം തന്നെ നമ്മൾ ഈ അൺബോക്സിംഗ് വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് എടുക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് 30. അപ്പോൾ ഇതിനകത്ത് 120 GB സ്റ്റോറേജ് ആണ് ബൈ ഡിഫോൾട്ട് വരുന്നത്. അത് രണ്ട് വേരിയൻ്റ് ഉള്ളത് 4GB റാമോ 8GB റാമോ രണ്ടിൽ തന്നെ 128 GB സ്റ്റോറേജ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ബോക്സ് പാക്കേജ്. നമുക്കാണ് ഇൻഫിനിക്സ് ഹോട്ട് 30 5G എഴുതിയതാണ്. പിന്നെ 6000 mAh കപ്പാസിറ്റി ബാറ്ററി, ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 120 Hz റിഫ്രഷ് റേറ്റ് എല്ലാം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കാനായിട്ട് നമുക്ക് ആദ്യം അൺബോക്സിംഗ് ഒന്ന് ചെയ്യാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് കാണാം ഇൻഫിനിക്സ് ഹോട്ട് 30 5G എഴുതിയത് കാണാം. നമുക്ക് ബോക്സിൻ്റെ ബാക്കിൽ കാണാം Dimensity 6020 എക്സെപ്ഷണൽ പെർഫോമൻസ് ചിപ്പാണ്. അതേപോലെ ഫുൾ HD 120 Hz 16GB റാം, അതായത് 8GB വെർച്വൽ റാമാണ്. IP53 റേറ്റിംഗ് ഉണ്ട്, 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്, ഡ്യുവൽ 50 മെഗാപിക്സൽ ക്യാമറ, UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിവൈസിന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 8+128 ആണ്. ഇത് ഒരു ബ്ലൂ കളർ ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് ഒരു ബ്ലാക്ക് കളറും കൂടി ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് അറോറ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറന്നേക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ഡിവൈസ് കാണാം, ഇൻഫിനിക്സ് ഹോട്ട് 30 5G. പിന്നെ ബോക്സിനകത്ത് വരുന്നത് ഒരു അഡാപ്റ്ററാണ്. ഇത് 18 വാട്ട് അഡാപ്റ്ററാണ്. അതെ, 7.5 വോൾട്ട് 2.5 ആംപിയർ 18 വാട്ട് മാക്സിമം. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു സിം ഇജക്റ്റ് പിൻ ഉണ്ട്. അതിനൊപ്പം തന്നെ ഇൻഫിനിക്സിൻ്റെ മാനുവലും വാറൻറ്റി ഇൻഫർമേഷനുമാണ് വരുന്നത്. യൂസർ മാനുവലിൽ സാർ വാല്യൂ എഴുതിയിട്ടില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്, കണ്ടില്ലേ, സ്റ്റാൻഡേർഡ് TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫോണിലേക്ക് വരാം. ഇത് ഫോണിനകത്ത് എന്തൊക്കെയാണ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് ഹോട്ട് 30 5G. അപ്പോൾ ബാക്കിൽ ഈ ഫിനിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു പോളികാർബണേറ്റ് മെറ്റീരിയൽ ആണെങ്കിലും ഇതൊരു ഗ്ലാസ് ഫിനിഷിൻ്റെ ലുക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കാണാം. 50 മെഗാപിക്സൽ ക്യാമറയെന്ന് സാംസങ്ങിൻ്റെ സെൻസറാണ്. LED ഫ്ലാഷും കാണാം. പിന്നെ ഇവിടെ നമുക്ക് ഇൻഫിനിക്സ് 5G എഴുതിയത് കാണാം. നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ തിക്നെസ്സിൻ്റെ കാര്യത്തിൽ എനിക്കൊന്ന് കുറച്ചൊരു തിക്കാണ്, കാരണം 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം തിക്കാണ്. ഇവിടെ നമുക്ക് പവർ ബട്ടണും ഫിംഗർ പ്രിൻറ്റ് സ്കാനറുമാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ വോളിയം കീസാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ് വരുന്നത്. മുകൾ ഭാഗത്ത് സ്പീക്കർ, വേറെ മൈക്രോഫോൺ മാത്രമേ ഉള്ളൂ. താഴത്ത് നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക്, USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേന് ബെസൽ, ഡിസ്പ്ലേ കുറച്ചിങ്ങനെ തള്ളിയിട്ടാണ് നിൽക്കുന്നത്, കണ്ടില്ലേ, ഈ ഫ്രെയിമിൽ നിന്ന് പുറത്താണ് നിൽക്കുന്നത്. അതെനിക്ക് അത്രയ്ക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു. ഇനി നമുക്ക് ഇവിടെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കിട്ടുന്നത്. അതൊരു നല്ല ഫീച്ചറാണ്, കാരണം ഈ സെഗ്മെൻറ്റിൽ ഇപ്പം ഒട്ടുമിക്ക ഫോൺസും പഞ്ച് ഹോളിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും പഞ്ച് ഹോളാണ് കൊടുത്ത്, അത് നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഇൻഫിനിക്സിൻ്റെ ഡിവൈസസ് പൊതുവേ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് തരാറ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് തന്നെ എക്സ്പെക്ട് ചെയ്യാം. നല്ല ഒരു ടച്ച് റെസ്പോൺസും അതേപോലെ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഇത് IPS LCD പാനലാണ്, ഇത് AMOLED ഒന്നും അല്ല, എങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി നമുക്ക് എബൌട്ട് ഫോൺ ഒന്ന് എടുക്കാം. എവിടെ പോയി, മൈ ഫോൺ ഇതുണ്ടല്ലേ, ഇൻഫിനിക്സ് ഹോട്ട് 30 5G. ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ്. 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും 50 മെഗാപിക്സൽ ഡ്യുവൽ ക്യാമറയും. CPU Dimensity 6020 ആണ്, 6020. പിന്നെ 128 GB റോമും 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. പേഴ്സണലൈസേഷൻ പോയി കഴിഞ്ഞാൽ തീംസ്, ലൈവ് വാൾപേപ്പർ, ഫോൺസ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പവർ മാരത്തണിൽ പോയി കഴിഞ്ഞാലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള. പിന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻ ഇതിനകത്ത് ടൺസ് ഓഫ് ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ ലൈറ്റ്നിങ്, മൾട്ടി വിൻഡോ, മെമ്മറി ഫ്യൂഷൻ, സ്മാർട്ട് പാനൽ, സോഷ്യൽ ടർബോ, ഗെയിം മോഡ്, എക്സ്ക്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു UI ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ കണ്ടില്ലേ, ബ്ലോട്ട് വേസ് ഉണ്ടോ, ഇപ്പോഴും തന്നെ ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാടുണ്ട്, ഞാൻ ഏതൊക്കെയാണ് നോക്കാം. AHA ഗെയിംസ്, അതേപോലെ ഹൈ ബ്രൗസർ, ഹൈ ട്രാൻസ്ലേറ്റ്, പിന്നെ വരുന്നത് മെസ്സഞ്ചർ ഇൻസ്റ്റാളാണ്, പാം സ്റ്റോർ, പിന്നെ വിഷ പ്ലെയർ, വെതർ, വാവ് FM, WPS ഓഫീസ്, എക്സ് ക്ലബ്ബ്, എക്സ് ഷെയർ മിനി, എക്സ് തീം, യോ പാർട്ടി, വി സോണ്,
ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്. അതിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ്. ഇത്രയും വർഷമായിട്ടും ആ ബ്ലോട്ട് വേസിൻ്റെ സീനിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു സാധനം, ഒരു ഇത്. അപ്പോൾ ബ്ലോട്ട് വേസ് ഡെഫിനറ്റ്ലി ഒന്ന് കുറയ്ക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഏതൊരു ഫോണാണെങ്കിലും, ഇപ്പോൾ ബഡ്ജറ്റ് ആണെങ്കിലും പ്രീമിയം ആണെങ്കിലും വേണ്ടാത്ത ആപ്സ് ബ്രാൻഡ് വെറുതെ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. ഇവിടെ നമുക്ക് പലതും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ബ്ലോട്ട് വേസ് മേ ബി ഒന്നോ രണ്ടോ മേ ബി ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ആപ്പൊക്കെ കൊടുക്കണതിന് കുഴപ്പമില്ല. പക്ഷേ ഈ യൂസ് ചെയ്യാത്ത ഒരുപാട് ആപ്സ്, കേൾക്കാത്ത ചില ആപ്സ് വരെ വെറുതെ തള്ളി കയറ്റുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ. ഇത് ആൻഡ്രോയിഡ് 13 ഉണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. കാരണം പല ഇൻഫിനിക്സ് ഫോൺസിലും പണ്ട് ആൻഡ്രോയിഡ് 12 ആയിരുന്നു. ഇപ്പോൾ ആൻഡ്രോയിഡ് 13 കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി വെൽക്കം മൂവാണ്. പിന്നെ അപ്ഡേറ്റ്സിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. മേ ബി ഒരു വർഷത്തേക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ്, പാച്ചസ് കിട്ടിയിരിക്കും. ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ കാര്യമായ ഒരു അനൗൺസ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ പ്രോസസ്സറിലേക്ക് വരികയാണെങ്കിൽ Dimensity 6020 നല്ലൊരു ചിപ്പാണ്, കുഴപ്പമില്ലാത്ത ചിപ്പാണ്. നമുക്ക് ആൻറ്റിറ്റ്യൂഡ് ബെഞ്ച് മാർക്ക് സ്കോർ ഞാൻ എടുത്തായിരുന്നു, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. ആൻറ്റിറ്റ്യൂഡ് ബെഞ്ച് മാർക്ക് സ്കോർ 3,84,000, അതായത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 4 lakh ഉണ്ട്. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് പറയാം. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റ്, അതൊരു 15,000 rupees താഴെയുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായൊരു സ്കോർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു 5G ചിപ്പ് കൂടിയാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ എന്താ പറയുക, നല്ല അത്യാവശ്യം ഡീസൻറ്റ് GPU എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു ബഡ്ജറ്റ് ചിപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരുപാട് ഗെയിമിംഗ് അങ്ങനത്തെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇത് എനിക്ക് തോന്നുന്നു അറൗണ്ട് പണ്ടത്തെ Dimensity 710 അല്ലെങ്കിൽ 700 ആ റേഞ്ചിൽ വരുന്ന ഒരു ഇതാണ്. പ്രോബ്ലി മേ ബി 800 അടുത്ത് വരാം, എനിക്ക് അത്ര ഓർമ്മയില്ല ആൻഡ്രോയിഡ് സ്കോർ എത്രയായിരുന്നു. ആ റേഞ്ചിലുള്ള ഒരു Dimensity ചിപ്പാണ്. ഒരു എന്താ പറയുക, പേര് മാറ്റി ഇറക്കി വന്ന ഒരു ചിപ്പ് തന്നെയാണിത്. അപ്പോൾ ഇതായിരുന്നു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. പിന്നെ ഗെയിമിങ്ങിന് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് ഡിവൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു പ്യുവർലി ഗെയിമിംഗ് ഡിവൈസ് ഒന്നും അല്ല. കാരണം അതൊരു ബഡ്ജറ്റ് ഓഫറിംഗ് ആണ്. 15,000 പ്രൈസ് സെഗ്മെൻറ്റിൽ താഴെ വരുന്നതാണ്. ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു 50 MP ക്യാമറയാണ്, ഒരു പ്രൈമറി ക്യാമറ, പിന്നെ ഒരു സെക്കൻഡറി ക്യാമറ. അതൊരു ഡെപ്ത് ക്യാമറയാണ്. വേറെ അൾട്രാ വൈഡ് മാക്രോ ഒന്നും തന്നെ ഓഫറിംഗ് ഇല്ല. പിന്നെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ UI നോക്കുകയാണെങ്കിൽ നമുക്ക് റെഗുലറായി വരുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ബ്യൂട്ടി മോഡ്, AI ക്യാം, വീഡിയോ റെക്കോർഡിംഗ് അപ് ടു 2K സപ്പോർട്ടഡ് ആണ്. അതും കുഴപ്പമില്ലാത്തൊരു ഫീച്ചറാണ്. പിന്നെ സൂപ്പർ നൈറ്റ് മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്യാമറ UI നമുക്ക് ഡെഫിനറ്റ്ലി പറയാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൊടുക്കണം. ഇതെല്ലാം ഇൻഫിനിക്സ് ഹോട്ട് 30 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഇത് പലർക്കും ഇഷ്ടപ്പെടും. നല്ല വിവിഡ് ആൻഡ് റിച്ച് കളേഴ്സാണ്. സാച്ചുറേഷൻ ഉണ്ട് എങ്കിലും തന്നെ പലർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കളേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് വരുന്നത് 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതാണ് ഇതിൻ്റെ ട്രംപ് കാർഡ്. 6000 mAh കപ്പാസിറ്റി ബാറ്ററി, വളരെ സൂപ്പർ ബാറ്ററി ലൈഫാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ മോർ ദാൻ 2 days അല്ലെങ്കിൽ ഒരു 2 days ഒക്കെ ഈസിലി കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ മോഡറേറ്റ് യൂസറാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 2 daysനടുത്തൊക്കെ നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും. അതിനൊപ്പം തന്നെ 18 watt ചാർജിങ് ആണ്. 18 watt ചാർജിങ് ഒബ്വിയസ്ലി അതൊരു 2-2.5 മണിക്കൂർ എടുക്കും ചാർജ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും തന്നെ 6000 mAh കപ്പാസിറ്റി ബാറ്ററി നല്ലൊരു ഫീച്ചറായിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് ഹോട്ട് 30 ഒരു അൺബോക്സിങ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും. അപ്പോൾ ഇതിൻ്റെ നല്ല ആസ്പെക്ട്സ് എന്തൊക്കെയാ വെച്ചാൽ നല്ലൊരു ഡിസൈനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡിസൈൻ, പ്രത്യേകിച്ച് ഫിനിഷ് കൊള്ളാം. പിന്നെ നല്ല ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. IPS LCD പാനലാണെങ്കിൽ പോലും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. പിന്നെ പെർഫോമൻസും ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. Dimensity 6020 നല്ലൊരു ചിപ്പാണ്. ക്യാമറാസും കുഴപ്പമില്ല. നല്ല ബാറ്ററി ലൈഫാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ്മെൻറ്റ് വേണം. ബ്ലോട്ട് വേസ് കുറച്ചുണ്ട്, അതാണ് എനിക്കൊരു കൺസേൺ. ബാക്കി എന്തുകൊണ്ടും തന്നെ നല്ലൊരു ഡിവൈസാണ്. പക്ഷേ കുറച്ച് ഹെവിയാണ് കേട്ടോ. ഹെവിയാണ്, അതേപോലത്തെ തിക്കുമാണ്. കാരണം എന്താ വെച്ചാൽ 6000 mAh കപ്പാസിറ്റി ബാറ്ററി ഇൻക്ലൂഡ് ആയതുകൊണ്ടായിരിക്കും പ്രോബ്ലി തോന്നുന്നു. എങ്കിലും എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിവൈസായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ വില അതായത് 4 GB റാമിന് 12,499, അതായത് 12,499 ആണ്. അതിൽ 1000 രൂപ കാർഡ് ഓഫർ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 11,499 ആണ്. അത് നല്ലൊരു പ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇനി 8 GB റാം ആണെങ്കിൽ 13,499 രൂപ. അതിലും 1000 രൂപയുടെ കാർഡ് ഓഫർ ഉണ്ട്. അപ്പോൾ 12,499 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 1000 രൂപ അഡീഷണൽ കൊടുത്ത് 8 GB റാം മേടിക്കുകയായിരിക്കും നല്ല, കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാണ് വില. ഇൻക്ലൂഡിങ് ഡിസ്കൗണ്ട് നോക്കുകയാണെന്ന് വെച്ചാൽ 11,499 12,499 ആണ് പ്രൈസിങ്. 4 GB 8 GB നല്ലൊരു പ്രൈസിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ബിലോ 15,000 പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ല ബാറ്ററി ലൈഫ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേയും പെർഫോമൻസും എല്ലാം കൂടെ കിട്ടുന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു പാക്കേജാണെന്ന് പറയാം ഇൻഫിനിക്സ് ഹോട്ട് 30 5G. അതേപോലെ തന്നെ 5G സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്.
അപ്പോൾ ഇൻഫിനിക്സ് ഹോട്ട് 35Gൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരികയാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.